ഹലോ, ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ ഇരിക്കട്ടെ. എന്നാ ഉണ്ട് എല്ലാവർക്കും വിശേഷം? ഞങ്ങൾക്ക് ഇവിടെ സുഖമൊക്കെ തന്നെയാണ്. ഇന്ന് ഞങ്ങളുടെ ഓണാഘോഷമായിരുന്നു. തിരുവോണത്തിൻ്റെ അന്ന് തന്നെയാണ് ഞങ്ങളും പരിപാടി സംഘടിപ്പിച്ചത്. ഞങ്ങളൊരു 10-25 പേര് ചേർന്ന് നടത്തുന്ന ഒരു ചെറിയൊരു ഓണപരിപാടിയാണ് കേട്ടോ ഇത്. അത്യാവശ്യം ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ഒരു സദ്യയും, പിന്നെ അവസാനം വടംവലിയോടുകൂടി ഞങ്ങളങ്ങ് അവസാനിപ്പിച്ചു. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം ഞങ്ങൾ എല്ലാവരും കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഗെയിമിലേക്ക് അങ്ങ് പോയി, സുന്ദരിക്ക് പൊട്ടുകൊടൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഈ ആദ്യത്തെ കുറച്ച് ക്ലിപ്പിങ്സ് നിങ്ങൾ കാണുന്നത്. എല്ലാവർക്കും ഓരോ ഊഴം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആകെ ഒരു 5-6 ഗെയിംസാണ് കളിച്ചത്. അതിൽ ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഗെയിമിന് ഫസ്റ്റ് കിട്ടിയത് എനിക്കാണ്. എൻ്റെ ഒരു കഴിവേ. കാരണം എങ്ങനെയൊക്കെ തരംതിരിച്ച് വെച്ചിട്ടും ഏതൊക്കെ രീതിയിലൊക്കെ കാണിക്കാൻ നോക്കിയിട്ടും ഞാനാണ് ആ ഒരു ഇവരുദ്ദേശിച്ച സർക്കിളിൻ്റെ ഏകദേശം അടുത്ത് പൊട്ടുകുത്തി കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് തന്നെ സമ്മാനമായിട്ടൊന്നുമില്ല, ഫസ്റ്റ് സെക്കൻഡ് പ്ലേസ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും എല്ലാവരും എൻജോയ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇതിലേറ്റവും കൂടുതൽ വട്ടം തിരിച്ച് ഞങ്ങൾ പണി കൊടുത്തത് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കെട്ടിയവനും, പിന്നെ എൽദോയ്ക്കും, പിന്നെ ജ്യോതിഷനുമാണ്. ബാക്കി ആർക്കും തന്നെ എത്ര പ്രശ്നം ഉണ്ടായിട്ടില്ല. ബാക്കി എല്ലാവരെയൊക്കെ ഒരു മയത്തിൽ ഞങ്ങളങ്ങ് വിട്ടായിരുന്നു. ഇവർക്ക് 3 പേർക്കിട്ട് നല്ല രീതിയിൽ വട്ടം കറങ്ങി പൊട്ടുകുത്തേണ്ട അവസ്ഥ വന്നു. വോയിസ് ഓവർ ചെയ്ത് ഈ ഓണാഘോഷ പരിപാടി ഞാൻ കുളമാക്കുന്നില്ല. ഈ വീഡിയോ അങ്ങനെ തന്നെ കാണുന്നതാണ് എൻജോയ്മെൻ്റ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക. കാരണം വടംവലിയാണ് അവസാനം. അതിൽ കുറേ ഭാഗങ്ങളുണ്ട്, മിസ്സാക്കരുത്. അപ്പോൾ വീഡിയോ കാണാം. ഇങ്ങനെ ഒരു കുരുപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പിണ്ടാക്കിയതാണോ? ഓടാ. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.
എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാ നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ.